നമസ്കാരം സുഹൃത്തുക്കളെ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ AI ഉപയോഗിച്ച് ഒരുപാട് യൂട്യൂബിൽ നമ്മൾ ഒരുപാട് റീൽസ് ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലായാലും FBയിലായാലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് ലൈക്ക് ചെയ്ത്, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ വളരെ എളുപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ AI വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. AI വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലം ശ്രദ്ധിക്കാനുണ്ട്, എന്നാൽ സിമ്പിളുമാണ്. അപ്പോൾ ഇതിനാവശ്യം നമുക്ക് നമ്മുടെ ഫോണിൽ 2 ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചാറ്റ് GPT എന്ന് പറയുന്നൊരു ആപ്പാണ്. അതിനോടൊപ്പം നമുക്ക് ആവശ്യം മെറ്റ AI എന്ന് പറയുന്നൊരു ആപ്പാണ്. ഈ 2 ആപ്പ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ? ഏത് സാധാരണക്കാർക്കും ചെയ്യാം. കാരണം ഐഫോൺ ആയാലും നമുക്ക് സാധാ ആൻഡ്രോയിഡ് ഫോൺ ആയാലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കീബോർഡുള്ള ഫോണിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാ ഫോണൊന്നും ഉദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? കമോൺ. അപ്പോൾ നമ്മളിവിടെ ചാറ്റ് GPT ഓണാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കിയ വഴിക്ക് നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് നമ്മുടെ മുന്നിൽ വരിക. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ചാറ്റ് GPT എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ്. കാരണം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ, നമ്മുടെ സുഹൃത്തുക്കളോട് ചാറ്റ് ചെയ്യുന്ന പോലെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് കാര്യം, നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനോട് ചോദിക്കാവുന്നുള്ളൂ. എന്തിനും അവിടെ ഉത്തരം ഉണ്ട് എന്ന് പറയില്ലേ, എന്ത് കാര്യത്തിനും ഉത്തരം അവിടെ ഉണ്ട്. അതാണ് ചാറ്റ് GPT. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ വരും. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്ക് അടിച്ച് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാണ്, കാണിച്ചു തരികയാണ്. ആദ്യം മുതൽ നമ്മൾ ഓപ്പൺ ആക്കി. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു പ്രോംപ്റ്റ്. അപ്പോൾ അതിന് വേണ്ട പ്രോംപ്റ്റ് എനിക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ഇതിൽ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എഴുതുണ്ടാക്കിയ ഒരു നമുക്ക് വേണ്ട ക്യാരക്ടറിനെ പറ്റിയൊരു ഇത് ഞാൻ വായിച്ചു തരാം. കേരള തനിമയിലുള്ള ഒരു 25 വയസ്സുള്ള പെൺകുട്ടി ഒരു ഗ്രാമത്തിലൂടെ ഒരു റോസാപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ചുവന്ന ടീഷർട്ട്, വെള്ള ലെഗിൻസ് പാൻറ്റും ആകണം ഡ്രസ്സ്. ഇതിനുള്ള പ്രോംപ്റ്റ് വേണം. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഏരോ മാർക്ക് നമ്മളൊന്ന് ബട്ടൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡായി. അയാളുടെ മറുപടി നമുക്ക് താഴെ അപ്പക്കപ്പോൾ സ്പോട്ടിൽ നമുക്ക് അയാളുടെ റിപ്ലൈ വന്നുകൊണ്ടിരിക്കും, കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിങ്ങനെ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പി കോഡ് ചോദിച്ചാൽ മതി, തരും. ഞാൻ കോപ്പി കോഡ് അടിച്ചു കൊടുക്കുകയാണ്. കോപ്പി കോഡ് അത് ഞാൻ സെൻഡാക്കി. അത് സെൻഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കോപ്പി കോഡ് വെച്ചിട്ട് നമുക്ക് അവർ തരും. അതിൽ ഒരുപാട് കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് വേറെ ചോദിക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ബാക്ക് അടിച്ച് പോവുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്തത് ഓപ്പൺ ആക്കാൻ പോകുന്നത് മെറ്റ AI ആപ്പാണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിലൊരു റീൽസ് കാര്യങ്ങൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത റീൽസുകൾ അതുപോലെ നമുക്ക് AI വെച്ചിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ അതേപോലെ ചെറിയ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇതൊക്കെ അതേപോലെ വന്നുള്ള റീൽസാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ മേലെ കാണുന്ന 3 ഡോട്ട് കണ്ടില്ലേ, ഇതാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ പല കളറിൽ നീല, ഈ ബ്ലൂ കളറിലൊക്കെ കാണുന്ന ഈ റൗണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഇതേപോലെ സ്ക്രീൻ വരും. അപ്പോൾ നമ്മളിവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളൊരു ഇതിൽ സെർച്ചിൽ കൊടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്താൽ അതിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ
ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ്. ക്രിയേറ്റ് വീഡിയോ എന്നുകൂടിയും കൊടുക്കണം. അപ്പോൾ ഞാനതിവിടെ കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് വീഡിയോ എന്നിട്ട് നമ്മൾ സെൻഡ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ ജനറേറ്റർ ആയിട്ട് വരും. അപ്പോൾ ജനറേറ്റിംഗ് ആയിട്ടുണ്ട്. ജനറേറ്റർ എന്നൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങി വരും. ചെറിയ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ 4 വീഡിയോസായിട്ട് അതേപോലെ ഓരോ സിംഗിളായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് ഏതാ മേടിച്ച് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് 100 ആയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആയി കഴിഞ്ഞാൽ നമുക്കതിന് സെലക്ട് ചെയ്തെടുക്കാം ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ കൊടുത്ത അതേപോലെ ഗ്രാമത്തിലൂടെ നടന്നു വരുന്ന റോസാപ്പൂവും കയ്യിൽ പിടിച്ച് വരുന്നൊരു പെൺകുട്ടിയുടെ അതേപോലെ നമ്മൾ കൊടുത്ത ഡ്രസ്സ് പാൻറ്റ് വൈറ്റ് റെഡ് നമ്മൾ കൊടുത്തുള്ളത്. അപ്പോൾ വീഡിയോ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മേലെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഏതാ വേണ്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാവുന്നതുള്ളൂ. കണ്ടില്ലേ? കയ്യിൽ റോസാപ്പൂവും പിടിച്ച്. ഇനി അതല്ല മറ്റേ വീഡിയോ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതുള്ളൂ. ഇതൊക്കെ വീഡിയോസ് തന്നെയാണ്. കണ്ടില്ലേ? എന്താ ഭംഗിയില്ലേ? ഇത് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നുള്ളൂ. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. രണ്ടാമത്തെ എഡിറ്റിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്കൊന്നുകൂടി ലെങ്ത്ത് കൂട്ടി കിട്ടും. അതും വീണ്ടും ഡൗൺലോഡായി വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നൊരു സംഭവം. ഓക്കെ, ഇത് ആർക്കും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സൗണ്ട് മിക്സാക്കാം, ലിപ്പ് മൂവ്മെൻറ്റ് കൊടുക്കാം, എല്ലാം ചെയ്യാം. അതിനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് അതിപ്പോൾ കാണിച്ചു തരണമെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.